അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയത്? അങ്ങനെ തീരുമാനത്തിലെത്തിയതിന് കുറെ കുഴപ്പങ്ങളുണ്ട്. അഡ്ഹോക് കമ്മിറ്റി അങ്ങനെ രൂപീകരിച്ചോ? അത് തീരുമാനിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളെല്ലാം ഇറങ്ങി പോവാണോ തീരുമാനത്തിന് മുമ്പ്? ഇല്ല, അഡ്ഹോക് കമ്മിറ്റിയിൽ നിൽക്കാൻ എനിക്ക് താല്പര്യമില്ലാത്ത നമ്മൾ നിൽക്കണ്ടല്ലോ. ആരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്? അയ്യോ, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടല്ലോ അതില്. അപ്പോൾ ആ പ്രശ്നങ്ങൾ മുൻനിർത്തിയിട്ടുള്ള ചർച്ചകളിൽ കമ്മിറ്റിക്ക് വീഴ്ച പറ്റി എന്നുള്ള കണ്ടെത്തലാണ്. വീഴ്ച പറ്റിയെന്ന് ജനറൽ ബോഡി പറയുന്നു. അതായത് വാർഷിക കണക്കും റിപ്പോർട്ടും അംഗീകരിച്ചില്ല, റിപ്പോർട്ടും അംഗീകരിക്കാൻ പറ്റിയില്ല. 45 ദിവസം കഴിഞ്ഞിട്ട് ഈ റിപ്പോർട്ടും കണക്കും അവതരിപ്പിക്കും. പക്ഷേ നിലവിൽ കമ്മിറ്റി രാജിവെച്ചല്ലോ. അപ്പോൾ ആരും അല്ല, അതിപ്പോൾ അഡ്ഹോക് കമ്മിറ്റി നിലവിൽ വരും. അപ്പൊ എന്തായാലും വലിയ പ്രതിസന്ധിയിലാണ്. ശ്വേതാമേനോൻ പറയുന്ന അംഗത്വം വരെ രാജിവെച്ചോ? അംഗത്വം നില രാജിവെക്കുന്നത് അങ്ങനെയാണ് പറഞ്ഞത്. അല്ല, ശ്വേതാമേനോൻ പറഞ്ഞ് ശ്വേതാമേനോട് ചോദിച്ചാൽ മതി. അവരംഗത്വം രാജിവെച്ചു എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ഇത് മാറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. ആണോ? അതുകൊണ്ട് ഞാൻ പലതും തുറന്നു പറയുന്നത്. അപ്പൊ അവർ പലതും തുറന്നു പറയുമ്പോൾ നിങ്ങൾക്ക് നല്ല സ്കോപ്പാ. എനിക്കൊന്നും തുറന്നു പറയാനൊന്നുമില്ല. അപ്പം അവർ രാജിവെക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഞങ്ങൾ എല്ലാവരും അവരോട് സോളിഡാരിറ്റി പ്രഖ്യാപിച്ച് രാജിവെക്കുക. അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റാണ് സ്വാഭാവികമായിട്ടും വരേണ്ടത്. ഇപ്പൊ ആരാണ് പിന്നെ യോഗത്തിന് നേതൃത്വം കൊടുക്കുന്നത്? അഡ്ഹോക് കമ്മിറ്റിയിലോ? കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയില്ല. അല്ല, അഡ്ഹോക് കമ്മിറ്റി എന്താണെന്ന് എനിക്കറിയില്ല. ഞാനും മുമ്പ് ശ്വേത ഇറങ്ങിയപ്പോൾ ഞാനും ഇറങ്ങിയെന്നുള്ളൂ. എനിക്ക് അത്യാവശ്യം ഒരു പോകേണ്ട ഒരു കാര്യമുണ്ട്. ഓക്കെ. എക്സിക്യൂട്ടീവ് അംഗമാണ് ജോയ് മാത്യു ആണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനോട് സംസാരിച്ചിരിക്കുന്നത്. അതെ, ജോയ് മാത്യു ആണ് മാതൃഭൂമി ന്യൂസിനോട് ഇപ്പം സംസാരിച്ചത്. അതായത് അദ്ദേഹം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്ദേഹവും രാജിവെച്ചത് എന്നുള്ളതാണ് പറയുന്നത്. ഇവരിപ്പോൾ എല്ലാവരും പോവുകയാണ്. അഡ്ഹോക് കമ്മിറ്റി രൂപീകരണം നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ആരൊക്കെയാണ് കമ്മിറ്റിയിലുള്ളത് എന്നത് വ്യക്തമല്ല.